നമുക്ക് അടുത്തൊരു പ്രോബ്ലം, ഇതൊരു ഫോർ ലൂപ്പിന്റെ ഒരു പ്രോബ്ലം. ഇതിന്റെ ഔട്ട്പുട്ട് എന്താണെന്ന് ചോദിച്ചത്. അതിനാദ്യം ഫോർ ലൂപ്പിന്റെ സിമ്പിൾ പ്രോബ്ലം നമുക്ക് എന്താണ്, ഫോർ ലൂപ്പിന്റെ ഇൻഡെക്സ് പറഞ്ഞതാണ്. ആദ്യക്ക് ഇനിഷ്യലൈസേഷൻ. ഈ ഒരു പ്രോബ്ലത്തിൽ ആദ്യക്ക് പുറത്ത് ഐ വാല്യൂ 0 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്തു. അതിനുശേഷം ഫോർ ലൂപ്പിന്റെ അകത്ത് നമ്മൾ വീണ്ടും ഐ വാല്യൂ മാറ്റി ഇനിഷ്യലൈസ് ചെയ്തു 1. അതിനാണ് ഇനിഷ്യലൈസേഷൻ പറയുന്നത്. പിന്നെ കണ്ടീഷൻ, അതായത് കണ്ടീഷൻ ചെക്ക് ചെയ്യണം ഒരു തവണ. അതിനുശേഷം പോസിറ്റീവ് വാല്യൂഷൻ എക്സ്പ്രഷൻ. ഇവിടെ നമ്മൾ ആദ്യക്ക് നമ്മൾ ഐ വാല്യൂ 1 ആണ്. ഇവിടെ എന്താണ് നടക്കുന്നത് പറഞ്ഞാൽ ആദ്യക്ക് ഐ വാല്യൂ 1 1 ലെസ് ദാൻ 5, 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 കണ്ടീഷൻ ചെക്ക്. അപ്പോൾ ഫോർ ലൂപ്പിന്റെ അകത്തേക്ക് പോകും. അതിന്റെ അകത്ത് എന്താ പ്രിന്റ് ഓഫ് ഹായ്. അപ്പോൾ ഹായ് വിൽ പ്രിന്റ് ചെയ്യും. അതിനുശേഷം ഇതൊരു തവണ മാത്രം എക്സിക്യൂട്ട് ആവുള്ളൂ. അതിനുശേഷം കണ്ടീഷൻ ചെക്ക് ചെയ്യും. അതിനുശേഷം എന്താ അതിന്റെ അകത്തെ പ്രിന്റ് ഓഫ് പ്രിന്റ് ചെയ്യും. അതിനുശേഷം പിന്നെ പോസിറ്റീവ് വാല്യൂഷൻ എക്സ്പ്രഷൻ. പിന്നെ ഇങ്ങനെയായിരിക്കും ഫ്ലോ. അതായത് ആദ്യം ഇങ്ങനെയായിരിക്കും ഫ്ലോ. ആദ്യക്ക് കണ്ടീഷൻ ചെക്ക് ചെയ്യും. അതിനുശേഷം കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ്സ് പ്രിന്റ് ചെയ്യും. അതിനുശേഷം പോസിറ്റീവ് വാല്യൂഷൻ നിൽക്കും. അപ്പൊ ഐ ഇൻക്രിമെന്റ് ആയി. ഐ എത്രയായിരുന്നു? 1. ഐന്റെ വാല്യൂ എത്രയായിരുന്നു? 1 ആയിരുന്നു. അത് ഇൻക്രിമെന്റ് ആയിട്ട് 2 ആയി. അതിനുശേഷം 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5, 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 കണ്ടീഷൻ ട്രൂ ആണ്. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ വീണ്ടും ഇതിന്റെ അകത്ത് പ്രിന്റ് അപ്പ് ഹായ് വിൽ പ്രിന്റ് ചെയ്യും. അതിനുശേഷം ഐന്റെ വാല്യൂ വീണ്ടും അപ്ഡേറ്റ് ആയി 3 ആയി. ഐ വാല്യൂ അട്ടത്. അപ്പൊ 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5, 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 കണ്ടീഷൻ ട്രൂ ഹായ് വിൽ പ്രിന്റ്. പിന്നെ വീണ്ടും 3 അപ്ഡേറ്റ് ആയി 4 ആയി. 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 കണ്ടീഷൻ ട്രൂ ഹായ് വിൽ പ്രിന്റ്. വീണ്ടും ഇത് അപ്ഡേറ്റ് ആയി 5 ആയി. ഐ വാല്യൂ 5 ആയി. 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 വീണ്ടും അപ്ഡേറ്റ് ആയി ഹായ് വിൽ പ്രിന്റ്. അതിനുശേഷം 5 അപ്ഡേറ്റ് ഐ വാല്യൂ അപ്ഡേറ്റ് ആയിട്ട് 5 6 ആയി ഇൻക്രിമെന്റ് ആയി. അതായത് ഇങ്ങനെയായിരിക്കും ഫ്ലോ. അപ്പൊ 6 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 കണ്ടീഷൻ റോങ് ആണ്. അപ്പൊ ഫോർ ലൂപ്പിൽ നിന്ന് ഔട്ട് സൈഡ് ഒക്കെ. അപ്പൊ ഇതിന്റെ ഔട്ട്പുട്ട് എന്താണെന്ന് വരിക 5 തവണ ഹായ് പ്രിന്റ്. അതായത് ഈ ഒരു കണ്ടീഷൻ എത്ര തവണ ട്രൂ ആയിരിക്കും അത് പ്രിന്റ് ആയിരിക്കും. അപ്പൊ കണ്ടീഷൻ ഇപ്പൊ ഈഫിൽ നമ്മൾ പറയുന്ന പോലെ പോസിറ്റീവോ നെഗറ്റീവോ വാല്യൂ വരാണെങ്കിൽ അത് ട്രൂ ആയിരിക്കും. അവിടെ 0 വരാണെങ്കിൽ ഫോൾസ് ആയിരിക്കും. ഈ ഫോർ ലൂപ്പിലും അങ്ങനെ തന്നെ ആയിരിക്കും. അങ്ങനെ അതായത് ജസ്റ്റ് വാല്യൂ ആണ് നമ്മൾ കൊടുക്കണമെങ്കിൽ അങ്ങനെ. അതായത് ഫോർ ലൂപ്പിന്റെ ഈ കണ്ടീഷന്റെ അവിടെ നമ്മൾ ജസ്റ്റ് 0 കൊണ്ടൊരു വാല്യൂ കൊടുക്കുകയാണെങ്കിൽ ഫോൾസ് ആയിരിക്കും. അവിടെ ഒരു പോസിറ്റീവ് നെഗറ്റീവോ വാല്യൂ വരാണെങ്കിൽ അത് ട്രൂ കേസ് ആയിരിക്കും. നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൽ നമ്മൾ കണ്ടീഷനെ കൊടുത്തിട്ടില്ല. ഈ ഒരു പ്രോഗ്രാമിൽ ആ ഒരു പോർഷൻ വിട്ടേക്ക്. അപ്പൊ കണ്ടീഷൻ അവിടെ ബ്ലാങ്ക് ആണെങ്കിൽ അവിടെ ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ അതൊരു സി പ്രോഗ്രാമിൽ ട്രൂ കേസ് ആയിട്ടാണ് എടുക്കുക. ട്രൂ കേസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഒരിക്കലും ഫോൾസ് ആവില്ല. അപ്പൊ അത് ഹായ് ഇങ്ങനെ പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കും. ഹായ് പ്രിന്റ് ചെയ്യും, വീണ്ടും ഐ ഇൻക്രിമെന്റ് ആയിരിക്കും. കണ്ടീഷൻ ട്രൂ ആണ്. അപ്പൊ ഹായ് വിൽ പ്രിന്റ്. വീണ്ടും ഐ ഇൻക്രിമെന്റ് ആവും. വീണ്ടും ഇവിടെ കണ്ടീഷൻ എപ്പോഴും ട്രൂ ആയിട്ടാണ് പരിഗണിക്കുക. ഹായ് ഇങ്ങനെ പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതിന്റെ ആൻസർ പറഞ്ഞാൽ ഇൻഫിനിറ്റ് ടൈംസ് ഹായ് പ്രിന്റ് ചെയ്യും. ജസ്റ്റ് രണ്ടാ ഹായ് എന്താ ഇൻഫിനിറ്റ് ടൈംസ് പ്രിന്റ് ചെയ്യും. അതാണ് ആൻസർ. അങ്ങനെ അവസാനിക്കില്ല, അങ്ങനെ പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കും. കണ്ടീഷൻ ഞാൻ 0 ഇട്ടോർത്ത് വെക്കുക. 0 ഇട്ടോർത്ത് വെങ്കിൽ ഒന്നും പ്രിന്റ് ആവില്ല. ഇതിന്റെ അടിയിൽ അതിനുശേഷം ജസ്റ്റ് സെമിക്കോളം കൊടുത്തു. ഇതിന്റെ ആൻസർ HVG എന്നായിരിക്കും വരും. കാരണം വേറെ ഒന്നും വരില്ല. പക്ഷെ ഇവിടെ ഈ കണ്ടീഷനോടെ ഞാൻ 0 മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഇതിലേക്ക് പോവില്ല. കാരണം എപ്പോഴും ഈ ഹായിനെ പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കും ടൈംസ്. അതാണ് അതിന്റെ വ്യത്യാസം.